ഞാൻ ഇന്നലെ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ ചിക്കൻ ഫ്രൈ ആണ്. ഞാനായിട്ട് ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഒരു 5-6 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, പിന്നെ സവോള, ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എനിക്ക് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ കറി ലീവ്സ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചിക്കൻ മസാല ഒരു 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്താൽ. നമുക്ക് ചിക്കൻ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതൊരു 20 മിനിറ്റെങ്കിലും എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താണ്. നന്നായിട്ട് വെന്ത് കിട്ടണ്ട അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്